ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ നെൽകൃഷിയിൽ വിജയം കൊയ്യാൻ തെളിക്കണ്ടത്തിലിറങ്ങി കുട്ടിക്കൂട്ടം. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നെൽകൃഷി ആരംഭിച്ചത്. ഉത്സവത്തിൽ ഞാറുനടിയിൽ നടത്തി. കാർഷിക മേഖലയിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഞാറ്റുപാട്ടും ഞാറ്റടികളുമായി വിദ്യാർത്ഥികൾ തെളിക്കണ്ടത്തിലിറങ്ങിയപ്പോൾ ഉത്സവ അന്തരീക്ഷത്തിലാണ് ഞാറുനടിയിൽ നടന്നത്. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരിക, യുവതലമുറകളിൽ കൃഷിയോട് താല്പര്യമുണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്കൂളിന്റെ ലക്ഷ്യം. സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾ പാടശേഖരത്തിൽ ഞാറുനട്ടു. കൃഷി ഞാറെങ്ങനെ ഉണ്ടാക്കുക, പിന്നെ കണ്ടം നേരേക്കണം, പിന്നെ അത് നടലും അതിൻ്റെ പരിപാലനം, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു ബോധം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഉദ്ദേശം. നേരത്തെ നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞ മാതിരി അരി നമ്മുടെ മുഖ്യ ആഹാരമാണ്. സ്റ്റാപ്പിൾ ഫുഡ് അരി നമ്മുടെ മുഖ്യ ആഹാരം. കുറച്ച് കേരളീയർ ഇവിടെ ഇന്ത്യയിൽ തന്നെ കേരളീയർ, തമിഴ്നാട്ടുകാർ, ബംഗാളികൾ അവരൊക്കെ മുഖ്യ ആഹാരം അരിയാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ അരി, ഗോതമ്പുണ്ട്. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ പറയും. മെയിൻ ഭക്ഷ്യധാന്യം പറഞ്ഞാൽ അരി, ഗോതമ്പ്. കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് പാടശേഖരത്തിലാണ് ഞാറുനടിയിൽ നടത്തിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.